ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന മുന്നേ കൂട്ടാൻ വേണ്ടിയിട്ട് മുന്നേ വരുന്നുണ്ട്. അവളെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പൂക്കളത്തിൻ്റെ ഫോട്ടോ അല്ലേ കാണുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ ഒരു ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടുന്ന് പൂട്ടതിൻ്റെ പൂക്കളത്തിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോസ് എല്ലാം എടുത്ത്. എൻ്റെ പേരെന്താ അറിയോ? എന്ത് എന്ത് എൻ്റെ പേരാ? എൻ്റെ പേര് ദാദുഷനല്ല. എൻ്റെ പേരറിയോ? എന്ത് എന്ത്? അപ്പോൾ ഓണസദ്യക്കുള്ള കറിയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. സാമ്പാർ, കിച്ചടി, പച്ചടി, ഓട്ടത്, അവിയൽ, കൂട്ടുകറി, പിന്നെ ബീട്രൂട്ട് ചട്നി, പപ്പടം, പിന്നെ എന്തിനു പറയുന്നത് ചിപ്സ്, അങ്ങനത്തെ ശർക്കര മിഠായി, അങ്ങനത്തെ എല്ലാ സാധനം ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ സദ്യക്ക് വേണ്ടിയിട്ടില്ല, അവർ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന തനിമരിയില്ലേ, അരിയിലാണ് സദ്യക്ക് ചോറുണ്ടാക്കിയത്. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് സദ്യക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സദ്യക്ക് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി എന്ന് പറയും. അപ്പോൾ ആ നെയ്ച്ചോറ് വെക്കുന്ന അരിയിൽ സദ്യ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. സദ്യ കഴിച്ചിട്ടുണ്ടായിന്, നല്ല ഉണ്ടായിന് അതിലത്തെ സദ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമായും ചെയ്തിന്. വയറും മനസ്സും എന്ന് പറഞ്ഞൊരു സദ്യ ഇതായിരുന്നു തോന്നും. കുറേ കഴിച്ചിട്ടുണ്ടായി, പക്ഷേ ഇത്ര നല്ല സദ്യ ഞാൻ അടുത്തൊന്നും കഴിച്ചിട്ടാണ്. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിന്, നല്ല പങ്ങനെ കഴിച്ചും ചെയ്തായിരുന്നു. എന്നിട്ട് പായസം കൂടി ഉണ്ടായിന്, അടപ്പായസം തോന്നും. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. സദ്യയും പായസമെല്ലാം ഉണ്ടാക്കാൻ ഈ ഇങ്ങനത്തെ ഓണത്തിന് തന്നെ പോയിട്ട് കഴിക്കണം കേട്ടോ. നമ്മൾ ഈ സദ്യ ഉണ്ടാക്കുന്നൊരു സദ്യ ഒന്നും അല്ലേ അല്ല, സദ്യ ഒറിജിനൽ. അതുകൊണ്ട് നല്ല ഇഷ്ടമായിരുന്നു പോയിട്ട്. അപ്പോൾ സദ്യ കഴിക്കാൻ ടൈമില്ലാതെ അങ്ങനെ കഴിക്കാമെന്ന് വിളിച്ചതല്ലേ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ. പക്ഷേ അടുത്ത നമ്പർ എന്തായാലും വിട്ടില്ല. എയർപോർട്ടിൽ ലേറ്റ് ആവുണ്ടായിച്ചിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സദ്യയെല്ലാം കഴിച്ചിട്ട് അടിപൊളി സദ്യ കേട്ടായത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അത്ര നല്ല പാങ്ങുണ്ടോ, അത്ര നല്ല സദ്യ വെച്ചാൽ അത്ര നല്ല സദ്യയാണ്. പിന്നെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞമ്മങ്ങനെ ഫോട്ടോസെല്ലാം എടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അടപ്പായസമാണ് അതിൻ്റെ ഒന്നിച്ച് മൈസൂർ പഴമില്ലേ, അതും കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോയതും തിരിച്ച് വന്നതും പിന്നെ കെട്ട് പൊട്ടിക്കലും എല്ലാ വീഡിയോസിലും തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടാ. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ഓണായതുകൊണ്ട് ബ്ലോക്കെല്ലാം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായി. പക്ഷേ ഈ ബ്ലോക്കും കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾ നേരെ പോയിട്ട് വന്നിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോകുമ്പോൾക്ക് മുന വന്നെങ്ക ആർക്ക് ബേജാറാ? മുന്നേക്ക് ബേജാറാവോ എ പി എച്ചാക്ക് ബേജാറാവോ? എ പി എച്ച് കൂട്ടാണ്ട് വന്നെങ്ക ചോദിക്കാം, ഞാൻ ചോദിക്കാം. അബേ എനിക്ക് ബേജാറാവോ എന്ന് ചോദിക്കാം. ഓക്കെ, അല്ലാതെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ദുബൈക്ക് തിരിച്ചേക്കാം മുന്നാനെ. ഓക്കെ, മുന്നാട് പറയാം, നീ തന്നെ പോയിക്കോ, എ പി എച്ചാക്ക് ബേജാറോ എന്ന് പറയാം. ഓക്കെ, സെറ്റല്ലേ? പോലീസ് കാണല്ലേ? എടുത്തിട്ട് നീല എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കിട്ടിയിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നെയ്യാസിന് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. അവൾ പോകുന്ന ടൈമിൽ ഭയങ്കര ബേജാറായിരുന്നു നെയ്യാസിന്. മുനബാബി പോകണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അവളെ കിട്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടോൾ ബൂത്ത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു ചായയെല്ലാം കുടിക്കാത്തൊരു ഹോട്ടലിലേക്ക് കയറിയതാണ്. മസാല ദോശയാണ് കഴിച്ചത്. എല്ലാവരും മസാല ദോശയെല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ എന്നിട്ട് ഗുലാബ് ജാമുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയും മസാല ദോശ ജ്യൂസെല്ലാം കഴിച്ചിട്ട് ഒരു ഗുലാബ് ജാമുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ മല്ലേ ഒന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവന് മസാല ദോശ ഒന്നും കഴിച്ചിട്ട്, അപ്പോൾ അവന് ജ്യൂസ് ഗ്രേപ്പ് ജ്യൂസ് വേണമെന്നിട്ട് അത് ഓർഡർ ചെയ്ത് അതും കഴിച്ചിട്ട് എല്ലാം പകുതി കുടിച്ച് അവന് വിട്ടായിരുന്നു അവിടെ. അങ്ങനെ ഒരു ഗുലാബ് ജാമുൻ തിന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ പെരുക്കെത്തിയിട്ട് കെട്ട് പൊട്ടിക്കുന്ന അവസ്ഥ കണ്ട. നമ്മൾ ആരും പൊട്ടിക്കാൻ സമ്മതിച്ചിട്ടാണ്. അവൻ എന്നെ എല്ലാം പൊട്ടിച്ചാണ്.
ഓനിക്ക് വേണ്ട ചോക്ലേറ്റ് എല്ലാം ഓൻ എടുത്ത് വെച്ച് അങ്ങനെ കട്ടെല്ലാം പൊട്ടിച്ച് രാത്രി 8 മണിയാകുമ്പോൾ പെരക്കെത്തിന്. 4 മണിക്ക് ഓൾ എയർപോർട്ട് ഇറങ്ങിയത്. 5 മണിയാകുമ്പോൾ ഇറങ്ങീന്, പുറത്തിറങ്ങീന്. അങ്ങനെ ഞങ്ങൾ 8 മണിയായി രാത്രി പെരക്കെത്തുമ്പോൾ. സ്ലോയിൽ വന്നായിരുന്നു. അപ്പോൾ കുറേ എന്തെല്ലാം കൊടുന്നില്ല നമുക്കല്ലോ. നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. വീഡിയോയിൽ എല്ലാം ഉണ്ട്. ഫുള്ളായിട്ട് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് കാണും. വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, ബൈ.